അപ്പോൾ നമ്മളിത് ചെറായി ബീച്ചിലുള്ള പുലിമുട്ടില്ലേ, അതേമാതിരിയുള്ള ഒരു പുലിമുട്ടാണ്. 1 കിലോമീറ്ററോളം കടലിലേക്ക് തള്ളിയിട്ടിട്ട് അപ്പുറം ഇപ്പുറം 2 സൈഡും ഉണ്ട്. നമ്മളപ്പോൾ അതിനകത്തോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കാഴ്ച നമുക്കിപ്പോൾ കാണാം കേട്ടോ. ലൈറ്റ് ഹൗസ് ആണല്ലേ, ചെറിയ പക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെറുതായിട്ടൊക്കെ അവിടെ ഇറങ്ങാൻ പറ്റും തോന്നണില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളാണ് അടുപ്പിച്ചിട്ടേക്കണത്. മറ്റേ സൈസ് മീൻ പിടിക്കണ വലിയ വലിയ ബോട്ടുകളൊക്കെ അപ്പുറത്ത് വേറെ സൈഡാണ്. അത് നമുക്ക് പറ്റുമെന്ന് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ വാക്ക് വേയിലേക്ക് എൻട്രി ചെയ്യാണ് കേട്ടോ. എന്തൊരു രസമുണ്ട് ഇവിടെ. ചെറായിലെ പുലിമുട്ട് ഇത്രയും ഒരു സൗന്ദര്യമില്ല, ഇതിൻ്റെ പകുതി പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊരു നല്ല രീതിയിലാണ് അവർ 2 സൈഡ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണോ ലൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിരിക്കുന്നത്. നൈറ്റൊക്കെ നല്ല വൈബായിരിക്കും. ഇതൊക്കെ ഇഷ്ടമാരെ കടകളും എന്തോരമാണ് കടകൾ, എന്തോരം ആൾക്കാർ കൂടെ വന്നിരുന്ന് കാറ്റുകൊള്ളാൻ പറ്റുമെന്ന് നോക്കിയാൽ. അപ്പുറത്തെ സൈഡ് ഇഷ്ടംമാരുണ്ട്, ഇപ്പുറത്തെ സൈഡ് ഇഷ്ടംമാരുണ്ട്. ഇതേമാതിരി ക്രമീകരിച്ചിരിക്കുന്നത് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, കാരണം അത്രയും നല്ല രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാസ് ഇവിടുത്തെ ഇത് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 2 സൈഡും പുലിമുട്ട് ട്രെയിൻ നവീകരിച്ചേക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് വരുമ്പോൾ ഡ്രോണിന്റെ ഒരു ചിത്ര പ്രദർശനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് മുഹമ്മദ് ബഷീർ ഇങ്ങനെ പേനൊക്കെ വെച്ച് ഇങ്ങനെ എഴുതാനിരിക്കുന്നത്. മുഹമ്മദ് ബഷീറിന്റെ ഒരു ഇതുണ്ട്, ലൊക്കേഷൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോയാലും വലിയ കാര്യമായിട്ട് അവിടെ കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മളങ്ങനെ പോകാണ്ടിരുന്നത്. അതായത് നല്ല രസമുണ്ട്. പിന്നെയും എടുത്ത് പറയേണ്ടി വരുന്നുണ്ട് ഈ ഒരു ലൊക്കേഷനെ പറ്റി. നല്ല വൈബാണ്. അങ്ങോട്ട് നടക്കാനുണ്ട് 1 കിലോമീറ്ററോളം. നമ്മുടെ വൈപ്പിനും ചെറായിയൊക്കെ ഇതേമാതിരി ഒന്ന് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ എന്തോരം ആൾക്കാർ വരും. വണ്ടി പാർക്കിംഗ് ഇവിടെ തൊട്ടടുത്തില്ല. 1/2 കിലോമീറ്ററോളം നമ്മൾ നടക്കണം വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ. കാരണം അത്ര റഷാണ്. അതുകൊണ്ട് പോലീസുകാർ വണ്ടി കയറിയൊന്നും വിടുന്നില്ല 2 സൈഡാണെങ്കിലും. എന്നാലും ഒരു വൈബാണ് നടക്കലേ. കണ്ടോ, ഇത്രയും ദൂരം നടക്കണം ഇതിൻ്റെ ഇടയിൽ കൂടി. ഈ സൈഡ് ബീച്ചും ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും ബീച്ചിലോട്ടൊന്നും ഇറങ്ങാനില്ല. ഈ സൈഡ് ബീച്ചിലെല്ലാവരും വൈകുന്നേരമായിട്ടുണ്ടാവും. ഇപ്പം സമയം 7 മണി. വലിയ തിരയൊന്നുമില്ല. അത്യാവശ്യം കുളിക്കാനും കാറ്റുകൊള്ളാനും തിരി നനയ്ക്കാനും പറ്റിയ നേരെയുള്ള സ്ഥലമാണ്. റിസ്ക് ഇല്ല. 2 സൈഡ് നമുക്ക് ഇരിക്കാം കേട്ടോ. കാറ്റുകൊണ്ട് ഇരുന്ന് നല്ല സുഖമായിട്ട് സെറ്റ് ചെയ്യാം. അതേമാതിരിയാണ് ഇപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ വൈപ്പ് മനസ്സിലായത്. അപ്പുറത്തെ സൈഡ് മുഴുവനും എത്തിയിട്ടില്ല. അവിടെ ഒരു പച്ച ലൈറ്റ് കണ്ട് അത്രയും ദൂരം ഇനിയും ചെയ്യാനുണ്ട്. അറിയില്ല, പോയി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നല്ല ലൈറ്റ് അവിടെ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ സൈഡ് അതിൻ്റെ ലെവലിലേക്ക് ഞാനിപ്പോൾ സൈഡ് എത്തിയിട്ടോ. ഇവിടെ അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അങ്ങോട്ടേക്ക് കൂടുതൽ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദൂരം നടക്കേണ്ട 1 ചില കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ പോയാലും കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് 2.5-3 കിലോമീറ്റർ നമുക്കാണ് തോന്നുന്നുണ്ട്. ഏകദേശം നോർമൽ ആൾക്കാർ വരുന്നത് ഏകദേശം 1.5 കിലോമീറ്റർ ഒക്കെ വരണുള്ളൂ. 1.5 കിലോമീറ്ററൊക്കെ അതിനേക്ക് പിന്നെയും പോകണം. അത്യാവശ്യം ഇപ്പോൾ അത് ഉച്ചയ്ക്ക് ഉണ്ടല്ലോ, മനുഷ്യന് ആവശ്യത ഉപ്പാടളിയാനേട്ടാ. നൈറ്റ് ആയതുകൊണ്ടാണ് നടക്കാൻ പറ്റുന്നത്. നല്ല തണുത്ത കാറ്റ്. ഞാനിപ്പോൾ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തിരുവൂർ ആൾക്കാരുണ്ട്. ഇതാണ് പുലിമുട്ടിൻ്റെ ലാസ്റ്റ് ഏരിയ കേട്ടോ. അത് അപ്പുറത്തെ സൈഡാണേ. എന്താ ലൈറ്റ് കഴിഞ്ഞിട്ട് ഇത്രയുണ്ട്. നമ്മൾ ഇത്രയും കൂടി പോന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.